വാർത്തയിലേക്ക് കടന്നാൽ ദീപാവലി കഴിഞ്ഞതോടെ കനത്ത അന്തരീക്ഷ മലിനീകരണ തോതിലാണ് ഡൽഹി. വായു ഗുണനിലവാരം ഏറ്റവും കുറഞ്ഞ കാറ്റഗറിയിലാണ് നിലവിലുള്ളത്. സമീപ നഗരങ്ങളായ ഫരീദാബാദിലും ഗാസിയാബാദിലും നോയിഡയിലും ഒക്കെ ഈ സമാനമായ അവസ്ഥ തന്നെയാണ്. അജയ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അജയ്, ശ്വാസം മുട്ടുകയാണ് ഇപ്പോൾ തലസ്ഥാനത്തിന്. ഈ സാഹചര്യത്തെ മറികടക്കാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വഴി അത് ഈ കൃത്രിമ മഴ പെയ്യിക്കുക എന്നതാണോ? ആര്യ, കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏറ്റവും മോശപ്പെട്ട ഒരു അന്തരീക്ഷ വായു നിലവാരമാണ് ഇത്തവണ ദീപാവലി കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ നമുക്കറിയാം, ഡിസംബറൊക്കെ അടുക്കുമ്പോഴാണ് ഡൽഹിയിൽ വായു നിലവാരം ഇത്രയധികം മോശമായ ഒരവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്നത്. എന്നാൽ ഇപ്പോൾ ദീപാവലി കഴിഞ്ഞ ഉടൻ തന്നെ ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഒരു ഡൽഹിയിലെ നിലവിലെ ഇത്തരമൊരു വായു നിലവാരം അത് താഴേക്ക് പോകുന്നതിൽ എപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഒരു കുറ്റം പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ പലരും നിയന്ത്രിക്കണമെന്ന് പറഞ്ഞിരുന്നത് ഈ കർഷകർ ഈ വിളകൾ നശിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയയാണ്. എന്നാൽ ഇത്തവണ അത് കഴിഞ്ഞ തവണത്തേക്കാൾ പല മടങ്ങ് കുറഞ്ഞിട്ടുണ്ട്. പലയിടങ്ങളിലും ഇപ്പോൾ സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ എല്ലാം ഉണ്ടായ സാഹചര്യത്തിൽ ഈ വിളകൾ കത്തിക്കുന്നതിൻ്റെ തോത് അത് വളരെയധികം കുറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ ഒരു ദീപാവലി കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ 5 വർഷത്തിനിടെയുള്ള ഏറ്റവും മോശം നിലവാരത്തിലേക്ക് ഈ വായു നിലവാര സൂചിക എത്തി. ഇന്ന് രാവിലെ 5 മണിക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള വായു നിലവാരം, ഡൽഹിയിലെ ഒരു ശരാശരി വായു നിലവാരം എന്ന് പറയുന്നത് 345 AQA ആണ്. അത് ഇപ്പോൾ നമ്മുടെ ദേശീയ തലത്തിലെ സ്റ്റാൻഡേർഡ്സ് പ്രകാരം വളരെ മോശം കാറ്റഗറിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ PM 2.5 പാർട്ടിക്കിൾസിൻ്റെ അളവും അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നിലവിലെത്തി നിൽക്കുന്നത്. 488 മൈക്രോഗ്രാംസ് പെർ ക്യൂബിക് മീറ്റർ എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ് നിലവിൽ ഇത് എത്തി നിൽക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഈ 488 എന്ന് പറയുന്ന PM 2.5ൻ്റെ കണക്ക് അത് WHO നിർദ്ദേശിക്കുന്നതിനേക്കാൾ 100 മടങ്ങ് അധികമാണ്. അതുമാത്രമല്ല, ഈ ഒരു AQAൻ്റെ അളവ് തന്നെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് അതൊരു 15 മടങ്ങ് അധികമായിട്ട് വരും. അത്ര ഒരു മോശം അവസ്ഥയിലാണ് ഡൽഹിയിലെ നിലവിലെ സാഹചര്യമുള്ളത്. ഇന്ന് രാവിലെ തന്നെ ഡൽഹിയിലെ പല ഭാഗത്തും കടുത്ത ഒരു പുകമഞ്ഞ് ഉൾപ്പെടെ രൂപപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇത് നിയന്ത്രണ വിധേയമാക്കാൻ ഡൽഹിയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ റോഡുകളിൽ ഈ വെള്ളം തളിക്കുന്ന ഒരു പ്രക്രിയ ഉൾപ്പെടെ തുടങ്ങിയിരുന്നു. എന്നാൽ ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ ഈ ഒരു വായു നിലവാരം ഇത്രയധികം താഴ്ചയിലേക്ക് പോകാൻ കാരണം. തീർച്ചയായിട്ടും ദീപാവലിക്ക് പടക്കം പൊട്ടിച്ചത് ഉൾപ്പെടെ ഇതിലൊരു പ്രധാനപ്പെട്ട കാരണമായി വന്നിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ഇത്തവണ ഗ്രീൻ ക്രാക്കേഴ്സ് മാത്രമേ ഡൽഹിയിൽ പൊട്ടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതിന് നിശ്ചയ സമയപരിധി നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ ഫലവത്തായില്ല എന്നാണ് നമുക്ക് നിലവിൽ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗ്രീൻ ക്രാക്കേഴ്സിലൂടെയും അവിടെ ഒരു അന്തരീക്ഷ മലിനീകരണം പിടിച്ചു നിർത്താനായില്ല. അത് കാരണവും വളരെ ഒരു മോശമായ നിലയിൽ തന്നെ ഡൽഹിയിലെ വായു നിലവാരം പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. പല സ്ഥലത്തും 400 മുകളിൽ AQA ഉയരുന്ന അവസ്ഥയുണ്ടായിരുന്നു ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും. സാധാരണ പുലർച്ചെ സമയത്ത് ഈ വായു നിലവാരം കുറച്ച് മെച്ചപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. എന്നാൽ ഈ പുലർച്ചെ സമയത്ത് പോലും വായു നിലവാരം വളരെയധികം മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന സ്ഥിതിയാണ് ഡൽഹിയിലുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇപ്പോൾ കൃത്രിമ മഴ പെയ്യിക്കാനുള്ള ഒരു ആലോചന ഉൾപ്പെടെ നടത്തുന്നുണ്ട്. അതേസമയം ഈ വായു നിലവാരം മോശമായതിനെപ്പറ്റി ഇപ്പോൾ BJPയും AAPയും ഇതിനോടകം തന്നെ രാഷ്ട്രീയ പോരും ആരംഭിച്ചിട്ടുണ്ട്. ആര്യ, യെസ്, തീർച്ചയായും. അജയ് സുധ ബിജു ആണ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേർന്നത്. അജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗ്രീൻ ക്രാക്കേഴ്സ് ഉപയോഗിക്കണം ഈ ദീപാവലി ആഘോഷത്തിന്. അതിന് കൃത്യമായ ഈ പടക്കം പൊട്ടിക്കാനടക്കം കൃത്യമായ സമയ നിബന്ധനയും ഒക്കെ കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വ്യവസ്ഥകളൊന്നും കൃത്യമായി ഒരിടത്തും പാലിക്കപ്പെട്ടില്ല എന്നതാണ് സാഹചര്യം. അതുതന്നെയാണ് ഡൽഹിയിലെ സാഹചര്യം. വായു മലിനീകരണ തോത് ഇത്രത്തോളം ഉയർത്തിയത്. ഇപ്പോൾ അതിരൂക്ഷമായ സാഹചര്യമാണ് അവിടെ ഉള്ളത്. എന്തായാലും ഇനി കൃത്രിമ മഴ പെയ്യിക്കുക എന്നുള്ളതാണ് മുന്നോട്ട് വെക്കുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 24, 26 തീയതികൾക്കിടയിൽ ഈ കൃത്രിമ മഴ പെയ്യ്ക്കും എന്നുള്ളതാണ് മുന്നിലുള്ള സൂചന. എന്തായാലും അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. ഈ അനാവശ്യമായി ഈ രോഗികളടക്കം മറ്റ് അസുഖങ്ങളുള്ളവർ, പ്രായമായവരൊന്നും പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമുണ്ട്. മാത്രമല്ല, പുറത്തിറങ്ങുന്ന എല്ലാ ആളുകളും മാസ്ക് ധരിക്കണം എന്നുള്ള കർശനമായ നിർദ്ദേശവുമൊക്കെ ഇപ്പം നൽകിയിട്ടുണ്ട്. എന്തായാലും അവിടെയുള്ള ആളുകളുടെ ആരോഗ്യസ്ഥിതിയെയൊക്കെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന തരത്തിൽ തന്നെ വായു മലിനീകരണം അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന സാഹചര്യമാണ്.